എന്ത് വന്നാലും ഞാനാ ബലിയാണ്. ആണെങ്കിലും പെന്റലിസം ആണെങ്കിലും കുഴപ്പമൊന്നും ഉണ്ടാക്കി കളയും. നാളെ ഇതെല്ലാം പിടിച്ച് എത്ര ഉച്ച കൊണ്ട് തന്നെ കൊടുത്തു അതല്ലേ എല്ലാം കാണിക്കല്ലോ. മനസ്സിലാക്കും ഒരു 1 നും 10 നും ഇടയിലുള്ള നമ്പർ വിചാരിക്കാമോ? നോക്കിക്കോ, വെറുതെ നോക്കിക്കോ. നോക്കട്ടെ, 1 നും 10 നും ഇടയിൽ. അല്ല, ഇങ്ങനെ തിങ്ക് ചെയ്യുന്ന അറിയണ ഒരു പാറ്റേൺ വഴി മാത്രം ഉണ്ടാവുന്നത്. പെട്ടെന്ന് മനസ്സിലാക്കാൻ തോന്നുന്നത് 6, 7 ആണോ? 6 ഒന്നും ആദ്യം പറഞ്ഞു. 6 അല്ല, 7 ആണോ? അവിടെ ചാടുമെന്ന് എനിക്ക് തോന്നി. തെറ്റിപ്പോയി. ശരി, ഓക്കെ. സാറിന് സന്തോഷം. സാർ ജയിച്ചു. ഈ ഫോണിൽ കാണിച്ചോ? നമുക്ക് ഒരു സ്റ്റെപ്പ് കൂടി ഫ്രണ്ടിലേക്ക് കൊണ്ടുപോകും. അപ്പോൾ നമുക്ക് ഇതിനകത്ത് 1 നും 100 നും ഇടയിലുള്ള നമ്പർക്ക് മനസ്സ് വിചാരിക്കാം. 1 നും 100 നും 2 അക്കം വരുന്ന നമ്പറാണ് വിചാരിച്ചത്. ശരി, അതിന് 2 അക്കങ്ങൾ മനസ്സിനകത്തിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാവും. മനസ്സിനകത്തിങ്ങനെ 2 അക്കങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കാവും. ഫോർ എക്സാമ്പിൾ 52 എന്നാണെങ്കിൽ 52 ശരി, 52 എന്നാണെങ്കിൽ 5252. ശരി, അപ്പൊ എന്താണോ സാർ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് ആ ഒരു കാര്യങ്ങൾ മനസ്സിനകത്ത് പറഞ്ഞുകൊണ്ടിരിക്കാം. ഞാൻ എന്തിനാണ് ഫോൺ തന്നെന്നുള്ള കാര്യം പറഞ്ഞിട്ടില്ല, ഞാൻ പറയാം കേട്ടോ. അത് പറയാം. അതിന് മുന്നേ ആ നമ്പേഴ്സ് എന്താണോ അത് ജസ്റ്റ് മനസ്സിനകത്ത് വിചാരിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ അതിനകത്ത് എൻ്റെ ഒരു നോട്ട് പാഡ് ഉണ്ട് ഫോണിനകത്ത് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനകത്ത് കുറെ സെലിബ്രിറ്റീസിന്റെ ലിസ്റ്റും എൻ്റെ ഷോസിന്റെ ലിസ്റ്റും കുറെ ഐറ്റംസിന്റെ ലിസ്റ്റും ഒക്കെ ഉണ്ട്. സാർ ജസ്റ്റ് സെലിബ്രിറ്റീസിന്റെ ലിസ്റ്റിലേക്ക് ഞാനൊന്ന് കൊണ്ടുവരാൻ ട്രൈ ചെയ്യാം. ഓക്കെ, ഒരു സെലിബ്രിറ്റി വിചാരിക്കുക, അങ്ങനെ എന്താ നമ്പർ മാത്രം ഫോക്കസ് ചെയ്യാം. ഓക്കെ, ജസ്റ്റ് നമ്പർ 1 നും 100 നും ഇടയിൽ വിചാരിച്ചോ? ഇനി മാറ്റും. ഓക്കെ, ശരി. എനിക്ക് ചെറിയൊരു ഡൗട്ട് ഉണ്ട്. പുള്ളി അതുകൊണ്ട് ഓക്കെ. ആ നമ്പേഴ്സ് ഒന്നുകൂടെ മനസ്സിലാക്കാൻ നന്നായി വിചാരിച്ചോണ്ടിരിക്കുക. ഫസ്റ്റ് ഡിജിറ്റ്, സെക്കൻഡ് ഡിജിറ്റ് എന്താണോ അത് വിചാരിച്ചോണ്ടിരിക്കുക. സാധാരണ കണക്ട് ചെയ്ത് 7 എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മേ ബി അതുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള നമ്പർ വിചാരിക്കാൻ ചാൻസ് ഉണ്ട്. പക്ഷേ സാറ് കുറച്ചുകൂടി അവരായിട്ട് തിങ്കിക്കുന്ന, സ്മാർട്ടായിട്ട് തിങ്കിക്കുന്ന കംപ്ലീറ്റ്ലി എന്നാൽ കംപ്ലീറ്റ്ലി തെറ്റിക്കാൻ ചെയ്യുന്നുണ്ട്. എനിക്ക് ആരുടെയെങ്കിലും ഒരു ഫോണിൽ നോട്ട് പാഡ് എന്തെങ്കിലും ഒന്ന് തരാമോ? സംതിങ് ഓപ്പൺ ആയിട്ട് സാർ, ഞാൻ ജസ്റ്റ് അതിനകത്തൊരു കാര്യം ഒന്ന് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യാം. പിന്നെ നോട്ട്സ് നോട്ട്സ് മാത്രം എടുക്കുന്നുള്ളൂ കഴിക്കുന്നത്. ശരി, അതും കട്ട് ചെയ്യും. ശരി, മേ ബി ഇവിടെ നിൽക്കുന്ന ആൾക്കാർ കാണാൻ പറ്റുന്നുണ്ടോ? ഞാൻ പറയണ്ടേ, വായിക്കൊന്നും വേണ്ട. ഇത് ലോക്ക് ചെയ്ത് കയ്യിൽ തന്നെ വെച്ചോട്ടോ. സാർ, ഫോർ ദ ഫസ്റ്റ് ടൈം എന്താണ് സാറ് വിചാരിക്കുന്ന നമ്പർ എന്ന് പറയാമോ? ലാസ്റ്റ് ആയിട്ട് വിചാരിച്ചോണ്ടോ നമ്പർ? ഇനി മാറ്റി പറയാം. എത്രയാ? 99. ഇതെനിക്ക് നേരത്തെ അറിയാനായിട്ടൊരു ചാൻസ് ഇല്ല. സാർ, ലാസ്റ്റ് ചാൻസ്. സാർ 99 മതിയോ ചേഞ്ച് ചെയ്യണം? ഓക്കെ, താങ്ക് യു. ആ സാർ, ആ ഫോൺ ഒന്ന് കൊണ്ടുവരാം. എന്റെ പാസ്വേഡ് ഒന്ന് അറിഞ്ഞുവിടല്ലോ. പാസ്വേഡ് ഒന്ന് അറിഞ്ഞുവിടല്ലോ. ശരി, അതിൽ ഓക്കെ, ഞാനൊരു കാര്യം കാണിച്ചതാ. ജസ്റ്റ് ഞാനത് എടുത്തു കഴിഞ്ഞാൽ ഇതിനകത്ത് ഞാൻ പറഞ്ഞു, ഇതിനകത്ത് എവിടെയോ നോട്ട്സ് ഉണ്ടെന്ന് പറഞ്ഞു. ഐ കിടപ്പുണ്ട്. സാർ, ഇത് നോക്കുന്ന സമയത്ത് ഒരുപാട് ലിസ്റ്റ് കാണാൻ പറ്റുന്നുണ്ടല്ലേ? ഇതിനകത്ത് നമ്മളിപ്പോൾ സെലിബ്രിറ്റീസിന്റെ ഈ ഒരു ലിസ്റ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരുപാട് സെലിബ്രിറ്റീസിനെ കാണാൻ പറ്റുന്നില്ലേ? സാർ പറഞ്ഞ ഫസ്റ്റ് നമ്പർ എത്രയായിരുന്നു? ഓർമ്മയുണ്ട്? 7 അല്ലേ? 7 ആയിരുന്നെങ്കിൽ ടോം ക്രൂസ് ആണ്. എല്ലാവർക്കും അറിയാം, ആക്ടർ ടോം ക്രൂസ്. ഇതിനകത്ത് ഓരോന്നും ഡിഫറെന്റ് ആയിട്ടുള്ള ഓരോ സെലിബ്രിറ്റീസ് ആണ്. ഇതിനകത്ത് 99 വരുന്ന ആരാണെന്ന് നോക്കാവോ? ആരാ വരുന്നത്? മൈക്കിൾ ജാക്സൺ ആണ് 99 വരുന്നത് അല്ലേ? അവിടുന്ന് ഓൾറെഡി റിയാക്ഷൻസ് വന്നു തുടങ്ങി. അതിനകത്ത് ഞാൻ എഴുതി വെച്ചൊരു കാര്യം എന്താണെന്ന് നോക്കാവോ? ഇത് വേറെ ഒന്നും റിപ്പീറ്റ് ചെയ്യുന്നില്ല, ഇതെല്ലാം ഡിഫറെന്റ് ആയിട്ടുള്ള ആൾക്കാരാണ്. മൈക്കിൾ ജാക്സൺ. താങ്ക് യു സോ മച്ച്.